ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നു മുതൽ 50 നോമ്പിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. നോമ്പ് ആരംഭിക്കുന്ന ഈ ദിവസത്തിന് വിഭൂതി ദിനം എന്നാണ് പറയുന്നത്. ഇന്ന് നിനവേക്കാർ ചാക്കൊടുത്ത് ചാരം പൂശി അനുതപിച്ചതിനെ ഓർമ്മിച്ചുകൊണ്ട് പരിഹാരത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും നോമ്പ് കാലത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈശോയുടെ 40 ദിനരാത്രങ്ങളിലെ ഉപവാസങ്ങളോട് ചേർത്ത് വയ്ക്കുന്ന ഒരു ജീവിതക്രമത്തിലേക്ക് ഓരോ ക്രിസ്തീയ വിശ്വാസിയും കടന്നു പോകുന്ന ഈ നോമ്പ് കാലത്തിൽ ഈശോയുടെ പ്രത്യാഗങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കുവാനായി നമുക്ക് പരിശ്രമിക്കാം. ഈ ലോക ജീവിതത്തിൽ പ്രലോഭനങ്ങൾ എല്ലാവർക്കും ഉണ്ടാകാവുന്നതാണ് എന്നും ആ പ്രലോഭനങ്ങളെ എങ്ങനെയാണ് അതിജീവിക്കേണ്ടതെന്നും ഈശോ തൻ്റെ മരുഭൂമിയിലെ പരീക്ഷയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ ലോക ജീവിതത്തിൽ ഈശോയ്ക്ക് ലഭിച്ചതിലും വലിയ പരീക്ഷകളും പരീക്ഷണങ്ങളും നമുക്ക് കിട്ടാനില്ല എന്ന് നമുക്കറിയാം. ആ പരീക്ഷണങ്ങളിലൊക്കെയും എപ്രകാരമാണ് നിലകൊള്ളേണ്ടത് എന്നും എപ്രകാരമാണ് ഈ പരീക്ഷകളെ വിജയിക്കേണ്ടതെന്നും ഈശോ നമുക്ക് മാതൃക കാണിച്ചു തരുന്നുണ്ട്. 50 ദിവസം നീളുന്ന ഈ നോമ്പാചരണത്തിൽ ഈശോ മിശിഹായുടെ ഉത്ഥാനത്തിൻ്റെ ഒരുക്കമായിട്ടാണ് ഈ നോമ്പാചരണം നമ്മൾ നടത്തുന്നത്. ഈ അനുഷ്ഠാനം പൂർണ്ണമാകുമ്പോൾ ഉത്ഥാനത്തിലൂടെ ഈശോ മിശിഹ മരണത്തെയും പാപത്തെയും കീഴടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള പാപാവസ്ഥകളെയും മരണകരമായ ജീവിത സാഹചര്യങ്ങളെയും കീഴടക്കുവാനും ഈശോയുടെ പരിശുദ്ധാത്മ ശക്തിയാൽ നിറഞ്ഞ് കൂടുതൽ വിശുദ്ധി നിറഞ്ഞ കൂടുതൽ യോഗ്യതകൾ നിറഞ്ഞ ഒരു ജീവിതം പ്രാപിക്കുന്നവരായി നമുക്ക് മാറാം. 50 ദിവസങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഓരോ ദിവസവും ഒരു കുഞ്ഞ് പുണ്യമെങ്കിലും നേടുവാനും ഒരു കുഞ്ഞ് നന്മയെങ്കിലും ചെയ്യുവാനും നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ 50 ദിവസത്തെ നോമ്പാചരണത്തിന് ശേഷം ഈശോ മിശിഹായുടെ ഉത്ഥാന തിരുനാൾ നാം ആഘോഷിക്കുന്ന ദിവസം 50 പുതിയ പുണ്യങ്ങൾ നേടുന്നവരായും 50 പുതിയ നന്മകൾ ചെയ്തവരായും നമുക്ക് മാറാം. ഈശോ അനുഗ്രഹിക്കട്ടെ.